പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടൽ അടിയന്തര വെടിനിർത്തലിലെത്തിയെങ്കിലും ഇരു രാഷ്ട്രങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആയുധം കൊണ്ടല്ലാതെ പാകിസ്ഥാനോട് ഇന്ത്യൻ മോഡലിൽ ജലയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കാനാണ് നീക്കം. കുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാന്റെ ശ്രമം. അഫ്ഗാനിസ്ഥാനിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയാണ് കുനാർ. അഫ്ഗാൻ ഇൻഫർമേഷൻ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കുനാർ നദിയിൽ എത്രയും വേഗം അണക്കെട്ടുകളുടെ നിർമ്മാണം ആരംഭിക്കണമെന്ന് പരമോന്നത നേതാവ് അഖുൻസാദ ജല ഊർജ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അഫ്ഗാൻ ഇൻഫർമേഷൻ ഡെപ്യൂട്ടി മന്ത്രി മുജാഹിർ ഫറാഹി വ്യാഴാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്തു. പാക് അഫ്ഗാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് താലിബാന്റെ നീക്കം. രാജ്യത്തെ ജലപരമാധികാരം ഉറപ്പിക്കാനാണ് ഈ നീക്കം. കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് അഖുൻസാദ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ. വിദേശ കമ്പനികളെ കാത്തിരിക്കാതെ ആഭ്യന്തര കമ്പനികളുമായി കരാറിൽ ഏർപ്പെടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അഖുൻസ നിർദ്ദേശം നൽകിയതായി അഫ്ഗാൻ ജല ഊർജ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. എന്താണ് കുനാർ നദിയുടെ പ്രത്യേകതയെന്ന് നോക്കാം. 80 കിലോമീറ്റർ നീളമുള്ളതാണ് കുനാർ നദി. വടക്ക് കിഴക്കൻ അഫ്ഗാനിലെ ഹിന്ദുക്കുഷ് പർവ്വതനിരയിൽ നിന്നാണ് ഉത്ഭവം. പാക് അതിർത്തിയോട് ചേർന്നുള്ള ബോഗ്രിൽ ചുരത്തിന് സമീപത്താണ് നദി. കുനാർ നൻഗർഹാർ പ്രവിശ്യകളിലൂടെ തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് കടക്കുകയും അവിടെ ജലാലാബാദ് നഗരത്തിനടുത്തുള്ള കാബൂൾ നദിയിൽ ചേരുകയുമാണ് ചെയ്യുന്നത്. കാബൂൾ നദി അറ്റോക് നഗരത്തിന് സമീപത്ത് വെച്ച് സിന്ധു നദിയിൽ ചേരുന്നു. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കൃഷിയിടങ്ങളിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഈ നദിയിലെ ജലമാണ് ഉപയോഗിക്കുന്നത്. കുനാർ നദിയിലൂടെ ജലമെത്താതിരുന്നാൽ സിന്ധു നദിയിൽ ജലത്തിന്റെ അളവ് തീരെ കുറയും. ഇത് പാകിസ്ഥാനിലെ കൃഷിയിലും ജനജീവിതത്തിലും ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പാകിസ്ഥാനിലെ ജലസ്രോതസ്സുകൾ പൂർണ്ണമായും അടയ്ക്കുന്നതിന് തുല്യമായിരിക്കും ഇതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഔപചാരികമായി ഉഭയകക്ഷി ജലപങ്കിടൽ കരാർ നിലവിലില്ല. അണക്കെട്ട് നിർമ്മാണത്തെ ചോദ്യം ചെയ്യാനും കഴിയില്ല. പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നാണ് അണക്കെട്ട് നിർമ്മാണവുമായി അഫ്ഗാൻ ഇപ്പോൾ മുന്നോട്ടു പോകുന്നതെങ്കിലും അക്കാര്യം അവർ പുറത്തു പറയുന്നില്ല. 2021 അഫ്ഗാനിൽ അധികാരമേറ്റ ശേഷം രാജ്യത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വയം പര്യാപ്തതയാണ് താലിബാൻ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ഊർജ്ജ ഉൽപാദനം, ജലസേചനം എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിരുന്നത്. ഇത് ലക്ഷ്യമിട്ടാണ് അണക്കെട്ട് നിർമ്മാണമെന്നാണ് അഫ്ഗാൻ ഔദ്യോഗികമായി പറയുന്നത്. അഫ്ഗാന്റെ പുനർനിർമ്മാണത്തിന് ഇന്ത്യ കാര്യമായി സഹായം ചെയ്യുന്നുമുണ്ട്. അഫ്ഗാന്റെ തിരിച്ചടി ഇന്ത്യൻ മോഡൽ. പാകിസ്ഥാനുമായുള്ള ജലപങ്കാളിത്തത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിന് സമാനമാണ് അഫ്ഗാനിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം. പാകിസ്ഥാനും പാക് പിന്തുണയുള്ള തീവ്രവാദികളും ഏപ്രിൽ 22 പഹൽഗാമിൽ 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് 3 പടിഞ്ഞാറൻ നദികളുടെ ജലം പങ്കുവച്ചിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതോടെ കടുത്ത ജലക്ഷാമത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത്. കുനാർ നദിയിൽ അണക്കെട്ട് ഉയരുന്നതോടെ ഇത് കൂടുതൽ രൂക്ഷമാകുമെന്നാണ് കരുതുന്നത്. അഫ്ഗാനുമായുള്ള ഇന്ത്യൻ സഹകരണം കൂടി പരിശോധിക്കാം. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖി ഇന്ത്യ സന്ദർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് താലിബാൻ സർക്കാരിന്റെ ഈ തീരുമാനമെന്നത് ശ്രദ്ധേയമാണ്. ഹെറാത്തിലെ ഇന്ത്യ അഫ്ഗാൻ സൗഹൃദ അണക്കെട്ടിന്റെ നിർമ്മാണത്തിലും പരിപാലനത്തിലും ഇന്ത്യ നൽകിയ സഹായത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ചേർന്നിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ സുസ്ഥിര ജലപരിപാലനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും അഫ്ഗാനിസ്ഥാന്റെ ഊർജ്ജ ആവശ്യകത നിറവേറ്റുന്നതിനും കാർഷിക വികസനത്തിനും വേണ്ടി ജലവൈദ്യുത പദ്ധതികളിൽ സഹകരിക്കാൻ ധാരണയാക്കുകയും ചെയ്തിരുന്നു. ഇരു രാഷ്ട്രങ്ങളും ഇങ്ങനെ ഒരുമിച്ച് നീങ്ങുന്ന ഘട്ടത്തിൽ കൂടിയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ മോഡലിൽ അഫ്ഗാനിസ്ഥാനും ജലയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്.